സംസ്ഥാനത്തെ ലഹരി ഹബ്ബായി എറണാകുളം മാറിയെന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ചികിത്സ തേടിയവരിലേറെ പേരും എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരാണെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ. അതേസമയം ലഹരി ഉപയോഗത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. 11 പേരാണ് 5 വർഷത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് 5 വർഷത്തിനിടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ചികിത്സ തേടിയവരിൽ കൂടുതലും എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2021 ജനുവരി മുതൽ 2025 മാർച്ച് വരെയുള്ള ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 17,163 പേരാണ് എറണാകുളം ജില്ലയിൽ നിന്നും ചികിത്സ തേടിയത്. ലഹരി ഉപയോഗത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. 11 പേരാണ് 5 വർഷ കാലയളവിൽ ഇവിടെ മരിച്ചത്. 2025 ജനുവരി മുതൽ മാർച്ച് വരെ എറണാകുളത്ത് നിന്ന് ലഹരി ഉപയോഗത്തിന് ചികിത്സ തേടിയത് 712 പേരാണ്. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം മൂലം രോഗാവസ്ഥയിലായവരാണ് ഇവരിൽ ഏറിയ പങ്കും. 2ാം സ്ഥാനം മലപ്പുറം ജില്ലയ്ക്കാണ്. ഇവിടെ നിന്ന് 486 പേരാണ് ചികിത്സയ്ക്ക് എത്തിയത്. 462 പേരുമായി കൊല്ലവും 351 പേരുമായി കാസർഗോഡും പട്ടികയിലുണ്ട്. ലഹരി ഉപയോഗം മൂലം ആലപ്പുഴ ജില്ലയിൽ ഒരാൾ മരിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2024 കൂടുതൽ പേർ ലഹരി വിമുക്ത ചികിത്സ തേടിയത് എറണാകുളത്ത് നിന്ന് തന്നെയാണ്. 5357 പേർ. 3231 പേരുമായി കോട്ടയം ജില്ല 2ാം സ്ഥാനത്തും 2947 പേരുമായി മലപ്പുറം ജില്ല 3ാം സ്ഥാനത്തുമുണ്ട്. ഇക്കാലയളവിൽ ആലപ്പുഴ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തു. 2023 ലഹരി ഉപയോഗിച്ച് എറണാകുളം ജില്ലയിൽ നിന്ന് ചികിത്സ തേടിയത് 4102 പേരാണ്. 2022 വർഷത്തെ കണക്കുകളിലും എറണാകുളത്ത് നിന്ന് ചികിത്സ തേടിയവരാണ് മുന്നിലുള്ളത്. ഇവിടെ നിന്ന് 4052 പേരാണ് ലഹരി വിമുക്ത ചികിത്സ തേടിയത്. ലഹരി വ്യാപനം തടയാൻ സംസ്ഥാന സർക്കാർ ശ്രമം തുടരുമ്പോഴുള്ള ഈ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ജനം, തിരുവനന്തപുരം.